വാട്സ്ആപ്പ് ഫോക്സ് ഇന്ന് നമ്മുടെ കിട്ടിയിരിക്കുന്നത് RTR 160 വേർഷൻ 4 ആണ്. ഇവരെ ഞാൻ എവിടെയോ എന്റെ തോന്നലാവാം. ശരി, അതെന്തായാലോട്ടെ, നമുക്ക് ബാക്കി ഫീച്ചേഴ്സിലേക്കൊക്കെ പോകാം. സത്യം പറഞ്ഞാൽ ഇതിന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല കേട്ടോ. ഈ ഫ്രണ്ടിലെ ഈ ഒരു സൈഡിൽ നിന്ന് മാത്രമേ മാറ്റങ്ങൾ വന്നിട്ടുള്ളൂ. ബാക്കിലേക്ക് അത്യാവശ്യം പഴയ ഡിസൈനിൽ തന്നെയാണ് അവർ ഇറക്കിയിരിക്കുന്നത്. ഫ്രണ്ടിലെ ആ ഒരു ഹെഡ് ലാമ്പിൽ വരുന്ന മാറ്റങ്ങളും പിന്നെ കുറച്ചുകൂടെ ഒരു ഫീച്ചേഴ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത്ര തന്നെ ഇതിൽ വരുന്നൊരു മാറ്റം വരണേ. നമുക്ക് ആദ്യം തന്നെ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം. എന്നത്തെ പോലെ എടുത്തു പറയാനായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ഗോൾഡൻ സസ്പെൻഷൻ സിസ്റ്റം ആണ്. ഇത് പഴയത് വെച്ച് നോക്കുമ്പോൾ പഴയതിൽ ടെലസ്കോപ്പിക് ഫോക്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇത് ഗോൾഡൻ USD ഫോക്സിലേക്ക് മാറി. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഈ ഹെഡ്ലൈറ്റ് ആണ്. ഇതിൽ വരുന്നത് LED പ്രൊജക്ടർ അവർ ഇൻക്ലൂഡ് ചെയ്തു. അതുപോലെ തന്നെ സൈഡിൽ DRL കയറ്റി. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് അതിപ്പോഴത്തെ എല്ലാ മോഡൽ പോലെ LED ആണ് വന്നിരിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്കും കൂടെ നോക്കിയിട്ട് അടുത്തതിലേക്ക് പോകാം. അത്യാവശ്യം കാണാൻ നല്ല സൂപ്പറാണ് കേട്ടോ. 2 കളർ വേരിയൻറ്റിലാണ് ഇത് വരുന്നത്. ഒന്ന് ബ്ലാക്ക്, പിന്നെ ബ്ലൂ. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ എനിക്കിഷ്ടം ബ്ലാക്കാണ്. ഞാനിത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവരും പറഞ്ഞത് കൂടുതലും ചിലവായി പോകുന്നത് ബ്ലാക്ക് ആണെന്നാണ്. ബ്ലൂവിന് അത്ര ഇതില്ല. സത്യം പറഞ്ഞാൽ ബ്ലാക്കിൽ ഇത് കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. നമുക്കിനി എഞ്ചിൻ സ്പെക്കിലേക്ക് പോകാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബാക്കി ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പം എഞ്ചിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് പഴയതുപോലെ തന്നെ 160 cc ആണ് വരുന്നത്. 70 Nm bhp പവറും അതുപോലെ 14 Nm ടോർക്കും ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 5 സ്പീഡ് മാനുവൽ സിസ്റ്റം. പിന്നെ വരുന്നത് സ്ലിപ്പർ ക്ലച്ചാണ് ഇതിൽ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബാക്കിലേക്ക് വരുന്ന സമയത്ത് എക്സോസ്റ്റ് റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്. പിന്നെ വേറെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ TVS ഈ എഞ്ചിൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് E20യിലേക്കാണ്. ഇങ്ങനെ പറഞ്ഞേക്കാളും നല്ല എനിക്ക് തോന്നുന്നത് പഴയ മോഡൽ RTRും അതുപോലെ ഈ പുതിയ ഈ വേർഷൻ 4ഉം തമ്മിൽ കമ്പാരിസൺ പോലെ നടത്തുവാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിട്ട് മനസ്സിലാവും തോന്നുന്നു. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. അതായത് ഇതിന് തൊട്ട് ബാക്കിലുള്ള RTR 160 എടുത്ത് നോക്കുവാണെങ്കിൽ അതിൽ വന്നുകൊണ്ടിരിക്കുന്ന ടെലസ്കോപ്പിക് ഫോക്സ് സസ്പെൻഷൻ സിസ്റ്റം ആണ്. പിന്നെ ചില സ്പെഷ്യൽ എഡീഷനിൽ അവർ യൂസ് ചെയ്തിരിക്കുന്നത് USD ഫോക്സ് ആണ്. പക്ഷേ ഈ ഒരു പുതിയ ഈ വേർഷൻ 4ലേക്ക് വരുന്ന സമയത്ത് അവർ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഗോൾഡൻ USD ഫോക്സും ഇത് 37 mm ആണ്. ബാക്ക് യൂസ് ചെയ്തിരിക്കുന്നത് മോണോസോ സസ്പെൻഷൻ സിസ്റ്റം ആണ്. ഈ ഫ്രണ്ടിലത്തെ ഈ ഗോൾഡൻ സസ്പെൻഷൻ സിസ്റ്റം അത്യാവശ്യം നല്ല കാണാൻ നല്ല സൂപ്പറാണ് കേട്ടോ. നല്ല ലുക്ക് ഈ വണ്ടിക്ക് തരുന്നുണ്ട്. പിന്നത്തെ ഒരു മാറ്റം എന്ന് പറയുന്നത് അവരിത് ഡ്യുവൽ ചാനൽ ABS ആക്കി മാറ്റി. ഇതിന് മുമ്പത്തെ വേരിയന്റിൽ ഇത് ഡ്യുവൽ ചാനൽ ഉണ്ടായിരുന്നു, സിംഗിൾ ചാനൽ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വേരിയന്റിൽ അവരിത് മൊത്തത്തിൽ ഡ്യുവൽ ചാനലാക്കി മാറ്റി. ബ്രേക്കിംഗ് എഫിഷ്യൻസി ഒക്കെ കൂട്ടുന്നുണ്ട് കേട്ടോ. ബാക്ക് സൈഡിലാണ് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഈ ഒരു സെയിം ഡിസൈനാണ് പഴയ മോഡലിൽ വന്നേക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ റിയറിലേക്ക് വരുന്ന സമയത്ത് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഫ്രണ്ടിലെ ആ ഒരു ഹെഡ് ലാമ്പും ആ ഒരു DRലും ആ ഒരു ഷേപ്പ് തന്നെ മാറ്റി. എന്നാലും അതല്ലല്ലോ, എവിടെയോ വെച്ച കണ്ട പരിചയമുണ്ട്. കണ്ടാൽ എന്നെ പോലെ തന്നെ ഇരിക്കുന്ന 389 കൂടപ്പിറപ്പുകൾ എനിക്കുണ്ടെന്ന് പറഞ്ഞാ വിശ്വസിക്കുവോ? അതെന്തേലും ആട്ടെ, നമുക്കെന്നാൽ ബാക്കി കാര്യത്തിലേക്ക് പോകും. അടുത്തൊരു മെയിൻ കാര്യം എന്ന് പറയുന്നുണ്ടല്ലോ, ഈ ഒരു സാധനമാണ് 5 ഇഞ്ചിൻ്റെ TFT ഡിസ്പ്ലേ. അതായത് ഇതിന് തൊട്ട് മുമ്പ് മോഡലല്ലേ അതിൽ അവർ യൂസ് ചെയ്തിരിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ LCD ഡിസ്പ്ലേ ആയിരുന്നു. പക്ഷേ ഈ ഒരു സമയത്ത് അവരിത് 5 ഇഞ്ചിൻ്റെ TFT ഡിസ്പ്ലേയിലേക്ക് ആക്കി. ഈ ഒരു TFT ഡിസ്പ്ലേ കസ്റ്റമൈസ് ചെയ്യാം കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് അറിയാൻ പറ്റും. അത്യാവശ്യം നല്ല ഇൻഫോർമേറ്റീവ് ആയ മീറ്ററാണ് അവരിതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഫോണായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും, ഇഷ്ടപ്പെട്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ വേറെണ്ണം കൊണ്ടുവന്നിരിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അഡ്ജസ്റ്റബിൾ ലിവറാണ്. ബ്രേക്കും അതുപോലെ തന്നെ ക്ലച്ചും അഡ്ജസ്റ്റബിൾ ആക്കിയിട്ടുണ്ട്. അതെന്തായാലും നല്ലൊരു കാര്യം കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. പഴയതുപോലെ തന്നെ 15 ലിറ്ററിൻ്റെ ടാങ്കാണ്. അതുപോലെ പവറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അവർ ഇതിനകത്ത് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് മോഡ് 3 മോഡാണുള്ളത്. ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് 2 മോഡായിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പോൾ 3 മോഡാക്കി. ഒന്ന് സ്പോർട്ട്, അതുപോലെ റെയിന്, അർബന്. ഡിസ്പ്ലേ ആയാലും അത്യാവശ്യം കൊള്ളാം. ഈ വെയിലത്തൊക്കെ നിൽക്കുന്ന സമയത്തായാലും നന്നായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ക്യാമറ കിട്ടുന്നുണ്ടോ എനിക്കറിയില്ല, പക്ഷേ അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഹൈറ്റിൻ്റെ കാര്യത്തിലൊന്നും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഇതിന് മുമ്പുള്ള RTR ഓടിച്ചിട്ടുള്ളവർക്കറിയാം. എൻ്റെ ഫുട്ട് നോക്കുവാണെങ്കിൽ നിലത്ത് മുട്ടിയാണ് നിൽക്കണേ. വെയിറ്റ് നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതിനൊരു 148. ഇതിൽ കയറി ഇരുന്ന് കഴിയുമ്പോൾ കിട്ടുന്നൊരു വ്യൂ ഉണ്ടല്ലോ, അത് കൊള്ളാം കേട്ടോ. അത്യാവശ്യം നല്ല ബൾക്കാണ് കേട്ടോ. പഴയ RTR അല്ലേ, ആ ഒരു മോഡലിൽ കിട്ടുന്ന സെയിം ഫീലാണ് ഇതിൽ കയറി ഇരിക്കുമ്പോൾ കിട്ടുന്നത്. അതായത് ജസ്റ്റ് ഒന്ന് കുറച്ചൊരു ഫ്രണ്ടിലേക്ക് ഒരു കുഴിഞ്ഞ് നമ്മൾ എന്താ പറയുക, നമ്മൾ കുറച്ച് ഹൈറ്റിൽ കുതിരപ്പുറത്തിരിക്കുന്ന ഒരു ഫീലില്ലേ, ഈ ചിഹ്നം പോലെ, അങ്ങനത്തെ ഒരു ഫീലാണ് ഇതിലും കിട്ടുന്നത്. പിന്നെ വരുന്നത് സീറ്റാണ്. സീറ്റിൻ്റെ കാര്യത്തിലൊന്നും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല. ഒരു സിംഗിൾ സീറ്റാണ് ഇതിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ പഴയ RTRലും സെയിം സാധനമാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇതിലൊന്നും വലിയ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല കേട്ടോ. ഈ ലോഗോ കുറച്ചുകൂടെ പ്രൊജക്റ്റ് ആക്കി അവർ ഇതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മീറ്ററിൻ്റെ ഇൻട്രോ ഒന്ന് നോക്കിയാലോ.
ഓ കൊള്ളാമല്ലേ, നമുക്ക് നോക്കാവേ എക്സോസിനോട്ട്. കൊള്ളല്ലേ. പഴയ ബൈക്ക് എടുത്ത് നോക്കുവാണെങ്കിൽ അവർ ഡിസൈൻ ചെയ്ത എക്സോസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ട്വിൻ ബാരൽ എക്സോസ്റ്റ് ആയിരുന്നു. പക്ഷേ ഈ ഒരു പുതിയ വെർഷനിലേക്ക് വരുന്ന സമയത്ത് അവരത് ബുള്ളപ്പ് എക്സോസ്റ്റിലേക്കാക്കി മാറ്റി. അതുകൊണ്ട് തന്നെ ശബ്ദത്തിൽ പഴയതിനേക്കാളും കുറച്ചുകൂടെ സ്വീറ്റ്നെസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഏറ്റവും പഴയ മോഡല് അത്യാവശ്യം കുറച്ച് അഗ്രസീവ് ആയിട്ടൊരു സൗണ്ട് ആയിരുന്നു കേട്ടോ. ഗായ്സ്, അപ്പോൾ നമുക്കൊരു ചെറിയൊരു ഓപ്പൺ റോഡ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് റൈഡും കൂടെ ചെയ്ത് നോക്കാം ഇത് എങ്ങനെയുണ്ടെന്നൊക്കെ. ഇതിന്റെ മൈലേജ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇതിന്റെ മൈലേജ് 35 to 40 ആണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 140 വരെയൊക്കെ കിട്ടും. പിന്നെ ഒരു സാധനം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതായത് നമുക്ക് ആക്സിലേറ്റർ കൊടുക്കാതെ വണ്ടി മൂവ് ചെയ്യിക്കാൻ പറ്റും. ഫസ്റ്റ് ഗിയറിൽ 7 കിലോമീറ്റർ വരെ എത്തിക്കാം. അതുപോലെ സെക്കൻഡ് ഇട്ട് നോക്കാം. ഹലോ 11, 16, ഫോർത്ത് ഗിയറിൽ എത്ര നോക്കാം. 17, സോറി 17 അല്ല 19. ഇതിന്റെ ഫിഫ്ത്ത് ഗിയറിൽ 20 വരെ എത്തിക്കാം. ഫോർത്ത് ഗിയറിൽ നമുക്ക് ഫിഫ്ത്ത് കൂടെ നോക്കാം. വേണ്ട, ഫിഫ്ത്ത് ഗിയറിൽ ജോയിന്റ് അടിക്കും. നമുക്ക് ഫോർത്തിൽ തന്നെ ഇടാം. പിന്നെ മീറ്റർ കൺസോളിന് അത്യാവശ്യം നല്ല അടിപൊളിയാണ് കേട്ടോ. ഫോണും എടുത്ത് വരേണ്ട സംഭവം തന്നെയാണ്. അത്യാവശ്യം നല്ല അടിപൊളിയാണ് ഫോണ്. ഗിയർ ഷിഫ്റ്റ് എല്ലാം ഭയങ്കര സ്മൂത്ത് ആണ്. അപ്പം നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. RTR 160 വേർഷൻ 4ന്റെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അതിന് മുമ്പേ
എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എനിക്ക് വണ്ടി കിട്ടിയത് ഒരു ഷോറൂമിൽ നിന്നാണ്. ആ ഷോറൂമിൻ്റെ പേര് കമല TVS. ഈ ഷോറൂം ലൊക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഏറ്റുമാനൂർ കോട്ടയം റൂട്ടിലാണ്. സംക്രാന്തി എന്ന സ്ഥലത്തിൻ്റെ പേര്. ഇതിൻ്റെ പേഴ്സണൽ ഒരു ഒപ്പീനിയൻ ആണ് കേട്ടോ. എനിക്ക് പ്രൊമോഷനോ അങ്ങനെ സംഭവങ്ങളൊന്നും തന്നിട്ടൊന്നുമില്ല. എനിക്ക് തോന്നിയ എൻ്റെ ഒരു അഭിപ്രായം ഈ ഒരു ഷോറൂമിനെ കുറിച്ച്, ഒരു ബിഗിനറിനെ സംബന്ധിച്ചോളം ഒരു ബൈക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ നമ്മുടെ ഈ കമല TVS അത്യാവശ്യം നന്നായിട്ട് തന്നെ സഹായിച്ചു കേട്ടോ. പ്രത്യേകിച്ച് അതിനകത്തെ ഒരു സർവീസ്മാൻ റോബിൻ, പുള്ളി ഭയങ്കര സ്മാർട്ടാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് അപ്രോച്ച് ചെയ്ത് നോക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ മെസ്സേജ് പോയി. കാരണം ഞാൻ പോയി അപ്രോച്ച് ചെയ്തു, എനിക്കിങ്ങനെ വീഡിയോ എടുക്കാൻ പ്ലാൻ ഉണ്ട്, വണ്ടി കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ പുള്ളി ഓക്കെ അടിച്ചു. ജസ്റ്റ് ഒന്ന് മാനേജർ ചോദിക്കണം, നെക്സ്റ്റ് ഡേ പറയാമെന്നും പറഞ്ഞു. എന്നിട്ട് പുള്ളി ഇങ്ങോട്ടേക്ക് എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു വണ്ടി ഓക്കെയാണ്, നീ എന്ന് വരും, നിനക്ക് എവിടെയൊക്കെയാണ് പോകേണ്ടത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ജസ്റ്റ് എല്ലാം അന്വേഷിച്ചു. പെട്ടെന്ന് തന്നെ വണ്ടി കിട്ടി. എൻ്റെ ആദ്യത്തെ ദിവസം വരാൻ എന്നോട് പറഞ്ഞു. ആ ഡേറ്റിൽ എനിക്ക് വരാൻ പറ്റില്ല. പിന്നെയും പുള്ളി വിളിച്ചു, എന്താണ് വരാത്തെ, വണ്ടി റെഡിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് നെക്സ്റ്റ് ഡേ, അതായത് ഇന്ന് എനിക്ക് വണ്ടി കിട്ടുകയും ചെയ്തു. അതായത് നെക്സ്റ്റ് ഡേ, അതായത് ഇന്ന് എനിക്കൊരു റിവ്യൂ ചെയ്യാനുള്ള ചാൻസ് കിട്ടുകയും ചെയ്തു. സത്യം പറഞ്ഞാൽ ഇവരുടെ കസ്റ്റമർ സർവീസ് അടിപൊളിയാണ് കേട്ടോ. അതുപോലെ തന്നെ വണ്ടി കിട്ടിയ സമയത്ത് ഇവരുടെ ഭാഗത്തു നിന്ന് അടിപൊളി സപ്പോർട്ടാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടി കൊണ്ട് പോയ സമയത്ത് ഇവരിൽ 2 പേര് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഫിനാൻസിൻ്റെ കാര്യമോ അല്ലെങ്കിൽ ബൈക്ക് എടുക്കാൻ പ്ലാൻ ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും TVSനെ പറ്റിയുള്ള എൻക്വയറിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമല TVS ഇവരെ കോൺടാക്ട് ചെയ്യാം. ഇവരുടെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോയ്ക്കകത്തും കൊടുത്തേക്കാം. ഇവരുടെ നമ്പറും കോൺടാക്ട് നമ്പറും കൊടുത്തേക്കാം. ഈ കാര്യത്തിൽ എനിക്ക് ഉറപ്പ് തരാൻ പറ്റും ഇവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. കാരണം ഒരു ബിഗിനറായി എനിക്ക് ഇത്ര സപ്പോർട്ട് കിട്ടുമെങ്കിൽ ഉറപ്പായിട്ടും അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. അപ്പം സൈനിങ് ഓഫ്, ബൈ ബൈ. പുതിയൊരു വീഡിയോയുമായി പുതിയൊരു വണ്ടിയുമായി അടുത്ത വീഡിയോ കാണാം. ബൈ.